ഒരു മിനിറ്റ്. തീർച്ചയായും എല്ലാവരും ഇവിടെയുണ്ട്. ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരമനുസരിച്ച് ഈ അപകടത്തിൽപ്പെട്ട ആ സ്ത്രീക്ക് അവർ മരിച്ചു എന്നുള്ള ഒരു വിവരമാണ്, പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത്രയും ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇവിടുന്ന് ഇത് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിച്ചത് അങ്ങനെ ഒരു സാഹചര്യം തന്നെ ആയിരുന്നു. എന്തായാലും അവർ മരിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അവരുടെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട്. അവരുടെ പേരുവിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും നിലവിൽ ഇതിനുള്ളിൽ ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഇനിയും കൂടുതൽ വ്യക്തത ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിഗുരുതരമായ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിൽ എന്തായാലും പലതരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ തുടരുകയാണ്. DYFIയുടെയൊക്കെ പ്രവർത്തകരൊക്കെ ഇവിടെ രക്ഷാദൗത്യത്തിന് വേണ്ടി ഇവിടെ എത്തി ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്ന കാണാം. എന്തായാലും പക്ഷേ ഇതിൽ നേരിട്ടിറങ്ങിയ ഒരു രക്ഷാദൗത്യം എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇത് ആളുകൾ ഇതിനുള്ളിലേക്ക് താഴേക്ക് പോയി നിന്നാൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടന്നു വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ശ്രീജിത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. വളരെ ദുഃഖകരമായ വാർത്ത, പുറത്തെടുത്ത സ്ത്രീ മരിച്ചു എന്ന മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇതിനകത്തുണ്ടോ, പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ആ കെട്ടിടത്തിൻ്റെ ഒരു വശം അത് എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന രീതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നേരിട്ട് ഉള്ള രക്ഷാപ്രവർത്തനത്തിന് അവിടെ അത് തടസ്സമാണ്. ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞത് ഇത് ശസ്ത്രക്രിയാ വിഭാഗം ആണ് എന്നാണ് പറഞ്ഞത്. അവിടെ ആ ബ്ലോക്ക് അതിനുവേണ്ടിയുള്ളതാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളും അതിന് മുൻപ് തയ്യാറെടുത്തിരിക്കുന്നവരും ഒക്കെ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അവരെ മാറ്റേണ്ട സ്ഥിതി അവിടെ ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? അശ്വതി, അവരെല്ലാവരെയും പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ ആ വാർഡിനുള്ളിൽ ആളില്ല. അവരെ മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കുറച്ച് മുൻപ് തന്നെ നടത്തിയിരുന്നു. അതായത് ഈ അപകടം ഉണ്ടായ ശേഷമാണ് അത് സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ജില്ലാ ഇൻഫർമേഷൻ വിഭാഗമൊക്കെ നൽകുന്ന വിവരമനുസരിച്ച് അവരെ ഇവിടുന്ന് മാറ്റി എന്നുള്ള വിവരമാണ്. എന്തായാലും നിലവിൽ ഈ വാർഡിനുള്ളിൽ ആരുമില്ല. ഇതിനുള്ളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒക്കെ ഉൾപ്പെടെ ഉള്ളിൽ കയറി പരിശോധന നടത്തിയിരുന്നതാണ്. അതിനുശേഷമാണ് ഇത് ഇങ്ങനെയൊരു ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചിലർ ഉള്ളിൽ കയറി നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അവരൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതൊരു ഉറപ്പ്, ആരുമില്ല മുകളിൽ എന്നൊരു ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഇത്തരം കെട്ടിട ഭാഗങ്ങൾ മാറ്റാൻ തുടങ്ങിയത്. എന്തായാലും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ സംവിധാനങ്ങൾ ഇവിടെ തയ്യാറാണ്. യുവജന സംഘടനകൾ, DYFIയും സേവാഭാരതി പ്രവർത്തകരുമൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ മനുഷ്യ സഹജമായി നേരിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അശ്വതി, ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക, കെട്ടിടത്തിൻ്റെ ഈ ശൗചാലയത്തിൻ്റെ തന്നെ ബാക്കി ഭാഗം അടർന്ന് താഴേക്ക് വീഴാൻ, ഏത് ഘട്ടത്തിലും വീഴാൻ സാധ്യതയുള്ള ഒരു നിലയിലാണ് അത് കിടക്കുന്നത്. അത് ഏത് സമയത്തും താഴേക്ക് വീഴാം എന്നുള്ള സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ആളുകൾ അവിടെ നിന്ന് താഴെ നിന്ന് അതായത് നിന്നൊരു രക്ഷാപ്രവർത്തനത്തിന് തുനിയാത്തത്, അതിന് പോലീസും സംവിധാനങ്ങളൊന്നും അനുവദിക്കാത്തത് എന്നുകൂടി പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉള്ളത്, നിലവിൽ ഇവിടെ പ്രവർത്തനങ്ങൾ ഈ ഹിറ്റാച്ചി എത്തിയ ശേഷം സാധ്യമായ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടെയാണ് ഒരു സ്ത്രീയുടെ ശരീരം ഇതിനുള്ളിൽ കാണപ്പെട്ടത്. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അവരുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇവിടെ നിന്നും അത്യാഹിത വിഭാഗത്തിലേക്കാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. അത്യാഹിത വിഭാഗത്തിലേക്ക് അത് ഇവിടുന്ന് കുറച്ച് അകലെയാണ്. മെഡിക്കൽ കോളേജ് അത്രയും വിശാലമാണ്. ഏതാണ്ട് 500 ഏക്കർ വരുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ മെഡിക്കൽ കോളേജ്. അതിൽ വ്യാപിച്ച് കിടക്കുന്ന നിലയിലാണ് ഈ കെട്ടിടങ്ങൾ പല ഭാഗത്തായിട്ട് ഉള്ളത്. തീർച്ചയായും അവിടെ നിന്നാണ് അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടർത്തി ഈ വീണ ഭാഗങ്ങൾ, കട്ടകൾ ഒക്കെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അത് ഇനി ഒരുപാട് വൈകാതെ അത് പൂർത്തിയാകുമെന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത്.